ദുഃഖം വേണ്ട. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ.
എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ.
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരമിയലാൽ ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത നുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി.
ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. പ്രിയമുള്ളവരെയും, നമുക്ക് എഴുന്നേറ്റ് നിന്ന് തമ്പിച്ചേട്ടന് വേണ്ടി ഇപ്പോൾ ഒരു ഒപ്പീസ് ചെല്ലാം. ചെറിയ ഒപ്പീസ് നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി ഇപ്പോൾ സമർപ്പിക്കാം. പ്ലീസ് റൈസ്. മരിച്ചവരെ ഓർപ്പിക്കുന്നവൻ എന്നൊരു തിരുനാമത്തെ സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി
മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. സർവ്വാധിപനാം നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. അനുഗ്രഹിക്കണമേ. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുദൃഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപം അതിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷ അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആസനമിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമാ നീ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാവം നിർത്തുകയും ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനും അധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവമാമിശിഹായി, നിന്റെ കുരിശിനടയാളത്തിലും ദേവന്മാരെ അവൻ പിടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കവർന്നവർക്കെയും ദുഷ്ടീനങ്ങൾ നീതിമാന്മാരിൽ നിന്ന്
വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുര്യാക്കോ ചേട്ടനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്ലീസ് ബി സീറ്റഡ്. ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാഥ സകലേശ, നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തണമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവനും എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ, വാക്കും ചെയ്തികളും നിഖിലം മറയന്യേ തെളിവായി കാണുന്നു. സ്ഫുടമായി നിൻ മുമ്പിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ, പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു, കോപം കലരാതെ നാഥ കനിവോടെ തൃക്കൺ പാർക്കണമേ. നാഥ പാപിനിയാം മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോൾ ഹൃദയം തരളിതമായി സഹതാപാകുലമായി പൊറുതിയവൾ കരുളി.
പശ്ചാത്താപത്താൽ ഒഴുകുന്നൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണമഖിലേശ. തീർത്തു പൊടിയിൽ നിന്ന് ആദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമവന്നേകി. അനുതാപാകുലരായി അണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. നരനീ ലോകത്തിൽ ദൈവം തുണയാകാൻ ഒന്നും കഴിവില്ല. നാഥാ ദുർബലരാം ഞങ്ങൾക്കവശതകൾ തീർക്കണമനുനിമിഷം. സ്വസ്തി ദാവീദിൻ പുത്രീ മാലാഖ മറിയത്തോടരുളി. കന്യാമാതാവേ സഹിയോൻ പുത്രീ നിൻ ധന്യത നിസ്തുലമാ. നിറയും മോദമോടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ, കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ.
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ഈ ആത്മാവിന് കൂട്ടാകണേ, ഈ ആത്മാവിന് കൂട്ടാകണേ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവ സ്തുതികളാൽ ഈ ആത്മാവിന് കൂട്ടാകണേ, ഈ ആത്മാവിന് കൂട്ടാകണേ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവ സ്തുതികളാൽ ഈ ആത്മാവിന് കൂട്ടാകണേ, ഈ ആത്മാവിന് കൂട്ടാകണേ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങിയിടുന്ന ശാന്തത പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങിയിടുന്ന ശാന്തത എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവ സ്തുതികളാൽ ഈ ആത്മാവിന് കൂട്ടാകമേ, ഈ ആത്മാവിന് കൂട്ടാകമേ, ഈ ആത്മാവിന് കൂട്ടാകമേ. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഏലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ ഓർക്കുകയൻ പ്രിയരേ. ഈ ജന്മം
വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. എൻ പേർക്കായി ക്രൂശിതനായവനേ എന്നരുതേ എന്നുടെ തിന്മകളെ അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതന്നെ നീ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ചിന്തകളാ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയൊടുത്തു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോളുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോളുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴുമൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. Hi everyone. Thank you all for coming to help us pay our last respects to Thambi Uncle. I'm Thambi Uncle's niece from New York. Grew up very, very close, especially when they were in New Jersey. So this is especially tough for our family. But I'd like to say, Uncle, I'm going to miss you so much. His temperament was the best, so calm and collected. He was just so easy to speak with. And we could joke around with Thambi Uncle. And what I'm going to miss most about him is his great, welcoming, warm smile. I just wanted to say it just like quickly. But we have a few people that want to say a few words about Thambi Uncle. So I'd appreciate it if everyone in the back could maybe come inside and just take a seat to hear what everyone has to say. First, our Thambi Uncle's grandkids, Aisha, Sanjay, and Nadia Analil. Hello, my name is Aisha, and I'm Appapa's oldest granddaughter and goddaughter. And these are my siblings, Sanjay and Nadia. Appapa meant so much to us and taught us so many things that we'll always remember. The most important thing he taught us was his passion for playing cards. Many of you know that Appapa and Annamma used to live in Michigan. When we were younger, we used to make many trips there during our summer vacations. During these trips, him and Annamma would teach us how to play 28 and 56 at a very young age. Eventually, as we got older, we started to master these games. It was a really big deal to beat Appapa at 28 because he was the best at cards, and we would always fight to be on his team. No matter what cards you were dealt, you didn't have to worry if you were on his team because Appapa was the best. It was very hard to read Appapa while playing 28 because during his turn, he would always put a card down very calmly to win, and we would all freak out. Appapa also really loved sports and loved talking to us about our basketball games and was always so proud of us when we scored. Nadia has been contemplating to quit basketball, but every time we used to talk to Appapa, he would say, "Where's Nadia Kuti?" and always ask about how her basketball was going. So she never quit. And she became such an amazing player because it was one of his favorite things to talk about with her. Appapa and Annamma have been living with us since last October, and every day after school, Nadia would come home and tell him about her day and about basketball. Even if he didn't want to hear about all the drama, he was always listening to her. Appapa also loved to play volleyball, and he used to play with us all the time in their backyard when we would visit in the summer and teach us his volleyball skills. He was also always doing things with us, even if he wasn't a fan of it, just because we enjoyed it so much. He took us to Disney World and Cedar Point
and rode roller coasters with us, even though he hated roller coasters. He also used to buy me Hindi movies from the Indian store and watch them with me. Papa has the kindest soul and the warmest smile, and he always smiled so good. We would always fight to sit next to him or sleep next to him so we could smell like him even after we walked away. Even though he was quiet, he would always talk to us one-on-one. Me, Nadia, and Aisha all got a Papa's smile, and so in our hearts and on our faces, he will always be with us here. Papa, we love you so much and we will miss you, but I know you will be reunited with Bibi Kuchima in heaven, and you will both be watching over us always. And now I'd like to invite Thambi Uncle's older brother, Pilappanalo. Dear friends and relatives, I am not here to make a funeral speech. I just wanted to tell you a few facts about Thambi. Even when my mother was, we had two elder brothers for our father, so we call our father Papan and mother Annamma. So when Annamma was 7 months pregnant, during all those years, I had the privilege of getting all the affection from my sister and all the other brothers. And I enjoyed that privilege. But one day, my mother, we call her Mama, told me, Philip, you are going to get a sister or brother who we can play with every time. So when I saw her pregnant belly, I kissed that several times. So even Thambi was born, before that I gave him all my umma. So I don't want to say too many things, but for Thambi, one of our brothers, known as Ethakochu, was very dear to him. So he wanted to give all the affection, whatever position he can get in. So first he admitted him to the St. Thomas College, Pala, but there was no transportation. He has to go all the way, walk up and down. So he thought it is not nice to make him walk all the way. So next he got the news that there is a veterinary college near Alua. So he got admitted as a veterinary college to become a veterinary doctor. But he was not satisfied with that too. So there was some engineering examinations, and he asked Thambi to enter that examination. In that examination for engineering, recognized by the government, you got a very good credit, and a government-recognized engineering college, TKM College, Koilon. So, Tangalumanjasriya College, Koilon, he got engineering degree. During that time in Uzhavoor area, there were only 1 or 2 people who are not graduated from engineering by just diploma. So Thambi was the first engineering degree holder in the Uzhavoor and the surrounding areas.
So when he worked in, my daughter Nina's mother and I were living in Ranchi. We got our mother also there. So Thambi automatically, because at that time it was very hard to get a job in Kerala. I make recommendation or giving some money, then only get a job. So came over our Ranchi in our place, and he got a job in Calcutta. From Calcutta, he got transferred from Bangalore. I don't remember the rest of the thing where we were on. Maybe my daughter may be remembering all things. But when he was working with the city of Detroit, he was one of the best engineer in the city of Detroit. If it was they have given him the best engineer of the city, but at that time they were not ready to recognize the people outside from Detroit. So he didn't get that recognition. If it was today, definitely I'm sure he should have been the best engineering job in Detroit. He would have been recognized as the best engineer. What else I want? Nina, I don't remember all those things. If she will say, I forgot everything. I guess my memories are different from Papa's because I have a child's memory of him. He's always been called Thambi Apapan. Thambi as meaning baby, and he's always been my father's baby. And he took care of him, and he's the youngest. And right now, my dad is the only one living. Thambi Papan was a man of remarkable qualities, humble, very kind, loving, caring, and inherently good. So how do you condense a lifetime into a few minutes? You can't. But I'll share some poignant memories that have taken on a profound meaning. One enduring memory of him is walking up and down the house, cradling me in his arms, consoling me, gently rocking me to sleep, night after night when my mother was on night shift as a nurse. He was my father in those moments. Whenever I go to the Indian grocery store, my eyes automatically seek our Cadbury chocolate. It was Thambi Papan who took me to the corner store from our house in Delhi and brought me the first Cadbury. So every time I savor a Cadbury milk chocolate, it's a sweet reminder of him and all the other cherished memories we shared. Picnics, games of badminton, and even good-natured teasing about his silent contemplations. Amidst the sweet moments, there were moments of shared disappointments. As an engineer, he just couldn't fathom why I struggled with geometry. In his effort to help me understand, he would spin tales about the beauty of the angles. Unfortunately, I could never see how numbers became lines. Then he tried to teach me his favorite game, 28. Everyone who knows him knows that he is a very patient man. Well, I think I proved everyone wrong because we eventually settled in playing rummy instead. Thambi Papan possessed an extraordinary understanding of the value of friendships. He cherished his friends, not just for the fleeting moments, but for a lifetime. Thambi Papan was a family man, always emphasizing the importance of putting family first in all things. Thambi Papan was a calming presence in our lives, a true, simple man.
As we reflect on Thambi Pappan's life today, let us not only mourn his passing, but also celebrate the beautiful legacy of friendship, brotherhood, and invaluable lessons he leaves behind. I take solace in knowing he's finally found peace after a long battle with PSP. Thambi Pappan, may you always have a deck of cards in hand, ready to play endless games of 28 and 56 with Bibi, the friends who have gone before you, and especially with your sisters and brothers. Next, sorry. One more thing I wanted to tell you that we are a family of 5 men and 2 women. By the departure of Thambi today, I am left alone. I don't know what God respecting him from me. By the family of 5 members and 2 women, I am the only one now left behind. Next, I'd like to call up here Jos Koppuzha, Uncle's cousin brother. My name is Jos Koppuzha. I'm the first cousin of Molly. Molly's dad, Kochutia Pappan, and my dad are brothers. They both were teachers in SH Mount High School, Kottayam. When Molly finished her college, her mom's best friend, Ethakochu, brought a proposal for her. The boy was none other than Thambi Analil. And I being there to help Kochutia Pappan, he called me first, Jos, why don't you go to Uzhavoor and see what you can do and inquire about this proposal. So I went to Uzhavoor. Next day, I didn't waste any time. Very next day, I went to Uzhavoor, went to Karappally. He's my cousin, Mathew. We both together went to Analil house, talked about it. To make the long story short, they got married in June 1972, I believe, yes. 1977, end of 77, I moved to US. Before I departed from home, I went and saw Kochutia Pappan and got his blessings. That was the last time I saw him. He was so sad. He was basically crying when I left. And in August, I believe, 1978, I'm having a dream at night. I'm sleeping. I'm having a dream. My brother, older brother George, telling me, Jos, did you know that Kochutia Pappan passed away? I woke up in the middle of the night and he said, true, what am I hearing? Maybe I thought I didn't write a letter to him, that's why I felt guilty, and next day I wrote a letter to him. I'm sorry, Papa, I didn't write to you. 2 weeks later, I'm getting a letter from my brother George that Kochutia Pappan passed away at the same time that I saw. That close bonding between
me and Molly's dad. Thambi came to US in 1979, I believe, and Molly and the kids, they moved to US in 1980. And after they came, we kept close relationship. We called each other and visited Thambi's family in Detroit. They came to Minneapolis to see us. When they were in New Jersey, we went and saw them. So we had a good connection with them. As far as I know, Thambi is, the word to explain Thambi is a perfect gentleman. There is nothing more needed, more than that. Perfect gentleman of supreme intelligence. Now you can see that the couple, it's about perfect couple too. Molly and Thambi, perfect couple. There's nothing we can say bad about. They raised the kids well, both the kids, Abey and Bibi. They had engineering degrees, excelled in their jobs. Abey found beautiful girl, Sweetha, and they have 3 beautiful children, Aisha, grandma's favorite, and then Sanjay. He looks like my Koppuzha, tall and handsome. And then the baby, Nadia, right? She is a superstar. Grandpa's favorite. That's what I heard. Bibi, she waited 40-some years to find the love of her life. Surprisingly, Dinesh, what is it? Dinesh also waited 40-some years to find his love. Even though their life together didn't last long, every moment they had was precious. Every moment, very precious. So hats off to you, Dinesh, for having that deep love and dedication towards Bibi. We call her Papa. Now, death is always painful, no matter it's your wife or your husband, or no matter, it is painful. When you see that empty chair, you feel that pain in you. When you see the empty bed, you feel that pain. A void is within you. Now, how to fill that void? There's a beautiful book. You should all read that. Art of Happiness by Dalai Lama. In that book, there's a short story, one-page story. When Sri Buddha was living in his village, there was a poor family, a husband and wife and a small child. The husband, in an accident, dies, and the poor mother has to raise that baby by herself. She worked so hard to raise that baby. That baby was her life. But misfortune, again, the baby had got pneumonia and that baby died. So that mom's heartbroken, she was crying and crying, clinging on to the dead body. And when the relatives came to bury the child, she won't let it go. She said, I'm not going to give up my baby. Finally, one old lady, a wise lady sitting by her, my daughter, why don't you go and see Sri Buddha and tell him about? Maybe he can revive the body back to life. So she ran to Buddha and begged him, please, relieve or give life back to my baby. Do something. Buddha thought for a few minutes
he found a need for that. He, okay, I'll help you. I'll give you a little medicine. Now give it the boy and the little baby will live. And he went inside to prepare the medicine. Then he came back and said, you know what, I'm missing a small item. What was that? A handful of mustard seeds. Everybody has mustard seeds at home. Why don't you go and get some mustard seeds for me? But when you get the mustard seed, make sure that there was no death happen in that family. So she went to first house and asked for, first she asked, was there any death in this family? Oh yeah, our grandpa died last month. So she went to the next house. Yeah, my sister died. Another house, my auntie died. She went each and every house. She couldn't get a handful of mustard seeds. So tired, she came back to Buddha and said, Lord, I can't get these mustard seeds. And Buddha said, my dear daughter, death is natural. Each and every house, each and every home, they have death in that. So you go peacefully and bury your child. So she knew that it's not happening to her alone. It happens to all the families. So the story is that she went back and buried the baby. Now, next I wanted to say a dream that I had the night before Thambi passed away. I was sleeping and this is the dream I am having. I know Thambi was sick and I'm planning a birthday party for Thambi in Florida. I live in Bradenton, Florida. So in Sarasota, there is a beautiful beach. It's called Siesta Beach. So this is the dream. I'm having a party, invited all the friends and relatives of Thambi. Thambi and Molly is there, all the kids are there. Dinesh is there, his mother is there, his sister and family, everybody is here. Philippe is there, their family is there. All the Koppuzha cousins are there. We are having a good time in Siesta Beach. Now it is time for the sun to set. So everybody was watching at the sunset. Beautiful sunset. No clouds, clear sky, perfect day. Thambi and Molly is going to each and every person in there, shaking hands with them. And Thambi is saying, thank you for coming. And there's only a few more seconds for the sun to set. Then all of a sudden, one person is pointing to sea and says, look, what's going on there? Somebody is coming towards them. Somebody is coming above the water towards the beach. And as this image became closer and closer, we recognized a person with long hair and a little girl hanging on to his hand. When the image came closer to us, we recognized it was Jesus. And the little girl was Papa. When Thambi saw that, he raised both his hands and said, Papa. And then Papa came running towards him. Daddy, they hugged each other. What a terrific moment. A few minutes later, Jesus hugged Thambi and took him with him. Papa one side,
Thambi on the other side. Everybody was waving them. Nobody saw the sunset. Everybody saw them going to the heaven. From that point onwards, I knew death is not to mourn, but to rejoice. That is the beginning of one person's real enjoyment in life, being with Jesus. Thank you. Thank you, Uncle. Next, I'd like to invite Thambi Uncle's close friend, Prince Zachariah. Dear friends, family in Christ. My name is Prince Zachariah. I'm from Jacksonville, Florida. I happen to have a close relationship with Thambi, Morley, and the family for the last 6 years, especially when Thambi was struggling with his unfortunate situation. First, we want to express our sincere condolences for what is such a loss for this great family. And it's very difficult. We all know in our own family when that happened, how difficult that was. We all here because our love and affection for Thambi and to want to remember and celebrate his life. There is a famous quote. It says, God will never see his children die. He simply sees them coming home. Because of that belief, I strongly think Thambi is with the Lord and Bibi. I strongly believe that's where he is. I think that's an important feelings we all have to have, that when a person departs from your own life forever, one has to believe that there is hope, that there is a place for that person. Thambi is a very dedicated family man who extended his unconditional love and affection for Morley, Bibi, Abey, Sweetha, and grandchildren especially. The unwavering support of his family during his terrible times over the last 5-6 years is especially worth mentioning. Morley was his own side every day and night. Such a committed wife, I think, is to be mentioned. Moreover, towards the last stages of Thambi's life, he left Jacksonville about a year ago. We had a lot of discussions about what's happening. And at that time, even very recently, I had a long conversation with Abey. Abey, I had told, what this disease is all about, what happens to people with this disease. And I was taken back by the fact that
that Abey mentioned, he is committed to take Dad home, and all his responses were very spontaneous and on unwavering terms. Said, Dad is going to peacefully pass away in my house. When I heard that, that touched me. Sometimes I wonder how many people would have such a spontaneous response. No matter what, that is what he wants to do. And I said, Abey, you are very blessed. And I say, Molly, you are in good hands. His death was very peaceful. Basically, it was a sleeping event. And most importantly, happened in the presence of all the family members, especially Molly was holding his hand. Molly, you are the most committed and dedicated wife and mother who would sacrifice for the family. I know the loss is very painful, and he is your best friend, your best partner, and the heart of hearts. But with the help of Abey, Sweetha, and grandchildren, other family members and friends, you will overcome the grief and you continue with a blessed life. We are sure that our God is looking over you and give you strength. Thambi and I are good people, but Thambi was just better than me. And I always admire him for that. Especially we were born the same week or the same year. But he is 2 days older than me. And I say he's better because he has this incredible, pleasant, kind smile. It's very genuine, unique, and sincere. And it's difficult to copy. I haven't seen very many people such a calm fashion. Just smile. Never say anything back. You can get mad at him. You can get upset with him. Never say anything. Keep smiling. And I never heard him criticizing others. And he had an incredible capacity to listen. Very unassuming, very calm demeanor, and is very positive. For example, his disease was progressively getting worse. I asked him, how you feel? I'm good. Nothing negative to say. And with my own eyes, I'm watching the effect of that horrible disease on him. I frequently call or meet with him. But then I said, my God, God has given him a great power to overcome those difficult moments. You know that he was afflicted by a fatal neurological condition called PSP. It's a big term, it's called progressive supranuclear palsy. All that means your brain just deteriorates from one end to the other. And if people know about that disease, 24 hours a day, every month, every year, you are suffering. Average lifespan of that disease is about 7 to 9 years. And he worked through with such a positive attitude. I have not seen anybody like that. And especially it's important to mention, to do that, he had a great family supporting him, especially Molly, taking him every day to various treatment programs
and concerned about him every minute of the day. They come to our house for dinner. It's very difficult, but always attending to Thambi. And one of the important thing is, I make a couple of observations about Thambi. One is, Thambi is an engineer, and I sort of compare certain things when you see what happens to some people's family, when Thambi's two children also went into engineering. I thought that's not very, I'm not very lucky man because I have two boys. I tried to send them to my profession and none of them went. Shows how much respect they show to me. But I would say both Abey and Bibi has truly followed Dad because of their trust, his ability, his suggestions. And that way you can say he's a very blessed man. And he has the full respect from his children. I want to say another interesting episode. Some 3 or 4 years ago, we went on a cruise. It was a ship of 5,000 people. We were about 5 couples. So we went for dinner, then we decided that we are going to go and see a show at the auditorium. So we were all walking towards and discussing the dinner, the dishes, how tasty it was, and how typical we do. And we came to the auditorium. Next thing we know, Thambi was missing. We were busy talking about the world and the food and all that. Thambi had no time for any of this. Thambi just walked straight into the auditorium, took a seat, watched the entire show, and here we are, running around. And I saw Molly was agitated and getting to be panic and ready to go all over the ship, realize it's a 20-story ship with 5,000 people and you're looking for a person. You say what that means. So the show was over, and here comes Thambi walking down, smiling. Everybody was mad and ready to take Thambi down. After Thambi came down, nobody has anything to say. This man comes into the next team, wonderful smile, very friendly. And that is not an easy thing to do. And everybody was looking at him, and he's smiling. And then I realized he's a man who focuses. He has a calm personality. You can yell at him, scream at him, he will not respond. And I think that reflects a person's quality. Well, but that's all the past. All I had to say is that our beloved friend, you may have left us, but your loving presence will endure ever in our hearts and souls. We will keep the memory of you alive by cherishing the moments we spent together and remembering the legacy always. We will miss you, Thambi, but you are resting in peace with the Lord and Bibi. And that is the happiest place for you. We love you and miss you always, but we are forced to say goodbye to you until we meet again. Okay, now I'd like to invite Thambi Uncle's, another close friend of Thambi Uncle's, Jos Mialil.
Good evening, everyone. I'm Jose Malil. I live in California now. I have known Thambi, Molly, and family for many years in Detroit, New Jersey, and Florida. There weren't too many Malayalis were in our neighborhood. So we used to get together quite often and socialize. The adults used to play cards, and the youngsters, they had their own games. I have fond memories of playing tennis with Abey, and he gave me a hard time, I remember. Thambi was a very nice, kind, and gentle man. He was a good, family-oriented person, good husband, and a good father. We will miss you. My condolences for the Analil family. May his soul rest in peace. Amen. And now I'd like to invite Thambi Uncle's son-in-law, Dinesh Madappally. Hello, everyone. For those who may not know me, I'm Dinesh, the son-in-law to Amma and Appa. A little brief backstory. I lost my father 15 years ago, and I missed that fatherly advice, companionship, and wisdom. After meeting Bibi and dating, and getting to know her family during the dating process, Appa's respect and approval meant everything for me. He became my new de facto father. I think I've only been crazy nervous 2 times in my life. One was asking my wife, Bibi, to marry me. The other was getting the blessing from Appa and Amma. I remember having to write down on a note card what I wanted to say because I was so nervous and I knew I was going to forget what I needed to ask. He wasn't a man of many words, but what he said or didn't say conveyed a lot of meaning and emphasis. His smile at the end of me asking for their blessing told me everything I needed to know and really put me at ease. My nervousness just washed away. Appa and I were similar creatures of habit. We both got up around 5 a.m. to begin our days. Him to have his hard-boiled egg, tea, and for me to go running. But for a few minutes every morning, we would sit and talk and basically catch up, discussing mostly family, and for him especially to see how my wife Bibi was doing. I will miss those moments where we just kind of had quiet moments together. He loved his children very much, as he did Amma. They were truly one. Amma would go on short trips sometimes, and before she reached her destination, he would tell us he missed her and ask us to call her and make sure that she was okay and check in. Appa gave me and everyone unconditional love, unbiased guidance, knowledge, motivation, and most importantly, a family that will forever stand by me. He taught and inspired me to fight against any obstacle, no matter how hard it was at times. He and Amma raised a daughter that I fell in love with. They imparted love, compassion, and intelligence, and so many other intangibles to her. These are the qualities that drew me to Bibi, and I will forever be in your debt for allowing me to share my life with her and for your blessing. He made a big difference in all of our lives, and especially for me. I loved him right off because he was unflappable, calm, collected, and one who may not have said a lot, but when he did say something, it was often enough. He also loved his 3 grandchildren. They were very special to him and a source of great pride and joy.
It eases and warms my heart that he's reunited with Bibi in heaven now, and I look forward to the day when we are all reunited together. He impressed upon his children and grandchildren the values of family first and the strong morals by which to live. Appa always welcomed me and treated me like part of the family. He made me feel extra special whenever I needed it. He is still here with us all in the memories and other thoughts that we have of him. Though we are sad to see him go, we are also privileged to have shared our lives with this wonderful man. He taught us so many things that will pass on to future generations. His journey is an inspiration to his children, grandchildren, as well as his friends and others. Appa, you will forever be in our hearts. We will miss you and love you always. And now Timmy Chandy is going to say a few words on behalf of the KCADFW. Good evening, everyone. തൻ്റെ 80 കൊല്ലത്തെ ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കി തൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഭംഗിയായി നിറവേറ്റി നിത്യസമ്മാനത്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന തമ്പി അങ്കിളിന് എൻ്റെയും KCADFWൻ്റെയും പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അങ്കിളുടെ വിയോഗത്തിൽ ദുഃഖാർത്ഥരായ ഫാമിലിക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണം തീർച്ചയായും വേദനാജനകമാണ്. പക്ഷേ നമ്മുടെ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിൽ പങ്കാളിയാകാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് മരണം. മരണത്തിലൂടെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള റീയൂണിഫിക്കേഷൻ സാധ്യമാകുന്നത്. നമുക്ക് ഈ സത്യം അക്സെപ്റ്റ് ചെയ്യാം. അങ്കിളിൻ്റെ ആത്മാവിന് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. Thambi uncle was an engineer by profession. In 1979, he migrated to USA. After living in Michigan and Florida, he moved to Dallas in 2022. അവിടെയൊക്കെ നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറും നമ്മുടെ പ്രോഗ്രാമുകളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു തമ്പി അങ്കിൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തൻ്റെ 2 കുട്ടികളെയും ജ്ഞാനായ സമുദായത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ പകർന്നു കൊടുക്കാൻ അങ്കിൾ വളരെ ശ്രമിച്ചിരുന്നു. അങ്കിളുടെ കുട്ടികൾ നമ്മുടെ അസോസിയേഷൻ കണ്ടക്ട് ചെയ്ത യൂത്ത് പ്രോഗ്രാമുകളിലും ആക്ടിവിറ്റീസുകളിലും ഒക്കെ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു. തീർച്ചയായും അതിൻ്റെ കാരണം തങ്ങളുടെ പേരൻസിൽ നിന്നുള്ള നല്ല മോട്ടിവേഷനും നല്ല ഗൈഡൻസിനോടും മാത്രമാണ്. ഭൂമിയിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അന്ത്യമുണ്ടാകും. അങ്കിളുടെ ഭൂമിയിലെ നല്ല ജീവിതം ഇന്നുകൊണ്ട് തീരുകയാണ്. ഇനി സ്വർഗീയ യാത്രയാണ്. അങ്കിളിന് അന്ത്യയാത്രാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. And again, my condolences and prayers for the grieving family and friends of Thambi uncle. Thank you. Now I'd like to invite Sylvester Syriac on behalf of the parish trustees. Dear Analil family members and other parishioners, I am Sylvester Syriac, one of the trustees of the Christ-King KNANAYANEWS Catholic Church. It is a hard moment for me to say a few words at this time. We all know Thambi uncle and his family. His son Abey is my friend. Abey was a CCD teacher in this church before he moved to St. Louis. I have a difficult task of summing up an entire life of a soft-spoken, sweet husband, father, and a grandfather in a few words. Uncle valued his family, and to him, family was everything. After moving to the US, he worked in different states as an engineer in the power sector mainly. One thing everyone remembers about Thambi uncle was his smile. He always got a happy, smiling face. During his last visit to our church, he was in a wheelchair. Even though he was not able to speak much, his trademark smile was on his face. I'm sure he can say, as St. Paul said to Timothy, I have fought the good fight and have kept my faith and finished my race. I would like to express our deepest condolences and prayers to Analil family on behalf of our church. Let us all pray that his soul may rest in peace. Our prayers are with the grieving family.
God bless. Thank you. If anyone else would like to come up and say a few words about Thambi uncle, or offer any words of comfort to the family, you're welcome to do so. You're welcome to do so now. We have about 10 more minutes or so before the prayer is going to start. Hello, good evening, everyone. My name is Thomas Lucas. I am from Miami. I am the husband of his niece, Sheila. I met Thambi Papan just after our wedding at New Jersey. After that meeting, he conquered my heart. He was a intelligent, smart, loving family man in my heart all along. He is one of the best people I ever met in my life. I didn't get that much interaction with him because we've been living in separate states. But every time I met him, we have a very friendly interaction, a loving uncle feelings all the time in my heart. So I want to share that moment with you as a family. I wanted to grieve with each and every one of you. And I want to say my condolences to Molly Auntie and Abey and family. Moreover, I want to repeat that he was a great family man, a wonderful husband, a great father and grandfather. In front of all of us, today we are grieving, but we are celebrating his life. We are not crying here. We are so proud to stand here and celebrate a wonderful life he had with us. May God bless his soul and Thambi Papan rest in peace. Good night. If there's anyone else that would like to come speak, now is the time. If not, that's fine. Thank you so much for offering your kind words and helping us to honor Thambi uncle this evening. I guess the viewing is going to continue till about 8, and then the prayer service will start. Thank you.
My dear brothers and sisters, today we are giving honor to our dear Kuriacko Analil-Madappally Chetan, and we should be able to join the grief, the sorrow of the family, especially his wife Molly, children Abey and Sweetha, late Bibi and Dinesh, his grandchildren Aisha, Sanjay and Nadia. Let us all hope that he may be admitted to the company of saints and enjoy the bliss in heaven. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് പട്ടിടുവാനായിട്ടുള്ള കർമ്മമാണ്. പട്ടിടുന്നതിനായിട്ട് ഇപ്പോൾ ഫാമിലിയെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. നമ്മൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ 2 ഭാഗമായിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ ഭാഗം വലിയ ഓഫീസ്, രണ്ടാമത്തെ ഭാഗം വീട്ടിൽ നിന്നും മൃതദേഹം എടുക്കുന്ന ചടങ്ങുകളാണ്. ആദ്യത്തെ ഭാഗമായ വലിയ ഓഫീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്ലീസ് റൈസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വേഗം നീ എന്റെ ആത്മാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരലും കടയിലും നിറയുന്നോനേ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ. കൃപയും വലുതെന്നറിവു ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായേ. നരകണമാകെ നശിക്കും നോനം. നാഥ, നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു. ആദിയിൽ അലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ. കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യ നിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, നീ അമ്പരവീതിയിൽ അന്തിമ നാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം.
സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിലണച്ചരുളേണം. ആദിമുതൽ എന്നേക്കുവാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. നീ നിന്നോടുകൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന് നല്ലകളോട് വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമർത്ഥമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വർണ്ണൻ സ്വരമിടറി എഴുന്നീർത്തുയുകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ഭംഗിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. ഹൃദയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാനീതാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തമായ കാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. നിത്യമായി നീ എന്നെ മറന്നു കളയുമോ? എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹസമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കുവാനിടയാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ
ഉണരുന്നു മൃതരൊന്നാകെ പാവാപുത്രൻ റൂഹായിക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും, നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവരണിക്കു പകർന്നു വലം ഭാഗമടച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നയിച്ചെന്നെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്ന് അരിയ വിമോചനമരുളീടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, പാവനമാകും കുരിശിനെയും അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദ്യം മുതൽ നീക്കുവാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാന്യങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നുവെന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേയും പാപമംഗലമായി ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തിലൂടെ യാത്രപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്ത് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. യോവാറാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച ദൈവമേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നതിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശനസുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക്
ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായി ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്ന് ആരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ തൃത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമെടുത്തു ദൈവമിതാ ന്യായാധിപനായി അണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ. സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുദ്ധാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നിൽ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാൻ അവനുദ്ധാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാം കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിസേവിതനാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം പാകത്തന്നെ നിർത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. Please be seated.
യെശയ്യാ നബിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഐസയോസ് പ്രാർത്ഥിച്ച് ഇപ്രകാരം പറഞ്ഞു: ശിഷ്ടായുസ് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിത മധ്യത്തിൽ പാതാളത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിനെ ഞാൻ ദർശിക്കുകയില്ല. പാതാളത്തിൽ വസിക്കുന്നവരോടുകൂടെ മനുഷ്യരെയും ഇനി ഞാൻ കാണുകയില്ല. എൻ്റെ തലമുറ അവസാനിച്ചു. ആട്ടിടയന്മാരുടെ കൂടാരം പോലെ അത് മാറി മാറിപ്പോയി. മുറിക്കപ്പെടാറായ നെയ്ത്തുനൂൽ പോലെ എൻ്റെ ജീവിതം വിച്ഛേദിക്കപ്പെട്ടു. രാവും പകലും നീ എന്നെ മരണത്തിന് വിട്ടുകൊടുത്തു. മീവൽ പക്ഷിയെപ്പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരുന്നു. മാടപ്രാവനെപ്പോലെ ഞാൻ കുറുകിക്കൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തി. കർത്താവെ, എന്നെ രക്ഷിച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്ലീസ് റൈസ്. എൻ്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, രാവും പാലിഞ്ഞ് നിന്നെ വിളിക്കുന്നു. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരനായ കുരിയാക്കോയുടെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാരൂപിയുടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. ദൈവമേ, നിനക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ ദൈവമേ, നിന്റെ ദയാധികത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ, തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ, തിരുസന്നിധിയിൽ പൂർവന്മാരാ നോകപരാഹം ഇസഹാക്ക് യാക്കോബ് മഹിദാശയർതൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ, തിരുസന്നിധിയിൽ
ഗുരുവത്സലരാ സ്ലീഹരുമൊരുപോ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷ അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായതിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ഈ ലോകത്തിന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നിധിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടി സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കരകളിൽ വിശദീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മൾ പ്രഥമസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വീട്ടിൽ നിന്നും മൃതദേഹം എടുക്കുന്ന ചടങ്ങാണ്. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്താണ് കാണാനായിട്ട് സാധിക്കുക. പേജ് 4 ഈ പുസ്തകങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് ഫോളോ ചെയ്യാവുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കും. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയ മാതൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണനിർദ്ധേരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ്
അധികാരത്തോടും പ്രധാന മാലാഹമാരുടെ ശബ്ദത്തോടും കൂടി ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നാം കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Please rise for the gospel. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവും തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുള്ള മിശിഹായെ, നിന്റെ ഈ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഗമിക്കുകയും നിന്റെ യാതികളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയ മാതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ
ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രൊസഷനുള്ള പാട്ട് പാടുന്ന സമയത്ത് മൃതദേഹം തിരികെ വീണ്ടുള്ള ഹോമിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് 2 കറുത്ത കുടകളും എടുത്ത് മൃതദേഹത്തെ അനുഗമിക്കുവാനായിട്ട് തയ്യാറാകേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഖജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകുന്നേരം സ്നേഹ
സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമി റബ്ബർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്ഫലമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനാ. നീയെന്നും നിലനിൽക്കുന്നു, പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജഡികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകനേ പോയിക്കൊള്ളുക നിൻ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമോതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം. നൽകുന്നതിനായി സ്വർഗം തന്നെ